നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് സമിതികളുടെ ചുമതലയിൽ വരുന്നവർ ബാറ്റ് പിടിക്കാൻ അറിയുന്നവരായിരിക്കണം എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ നിരീക്ഷണം ICC ചെയർമാൻ ജയ് ഷായെ ട്രോളാൻ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. രാഹുൽ ഗാന്ധി ഈയിടെ ബാറ്റ് പിടിക്കാൻ അറിയാവുന്നവരായിരിക്കണം ക്രിക്കറ്റിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും കൂട്ടുപിടിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ജയ് ഷായെ വിമർശിക്കാൻ കളമൊരുക്കുകയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഏതായാലും ഈ സാഹചര്യത്തിൽ ശരത് പവാറിനെതിരെ ശക്തമായ പ്രത്യാക്രമണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നു. BCCI പ്രസിഡന്റായിരുന്ന NCP നേതാവ് ശരത് പവാർ 200 വിക്കറ്റും 1000 റൺസും നേടിയിരുന്നല്ലോ എന്ന രീതിയിലാണ് ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. 2005 മുതൽ 2008 വരെയാണ് ശരത് പവാർ BCCI പ്രസിഡന്റായിരുന്നത്. പിന്നീട് 2010 മുതൽ 2012 വരെ അദ്ദേഹം ICC പ്രസിഡന്റുമായി. അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. സോണിയാഗാന്ധിയുടെ പിന്തുണയോടെയാണ് ശരത് പവാർ BCCI പ്രസിഡന്റായത്. തെരഞ്ഞെടുപ്പിനായി പോകുമ്പോൾ സോണിയാഗാന്ധിയുടെ പ്രത്യേക അനുഗ്രഹം ശരത് പവാർ നേടിയിരുന്നു. BCCI പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തങ്ങളുടെ സ്ഥാനാർത്ഥത്തിന് കോൺഗ്രസ് തടസ്സം നിൽക്കില്ലെന്ന് സോണിയ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ശരത് പവാർ മത്സരിച്ചതും ജയിച്ചതും. 2004 മുതൽ 2009 വരെ കേന്ദ്ര കൃഷിമന്ത്രി കൂടിയായിരുന്നു ശരത് പവാർ. കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയുടെ ജനപ്രിയ കളിയായ ക്രിക്കറ്റിനെ ക്രിക്കറ്റ് ഭരണസമിതിയിലൂടെ കോൺഗ്രസ് നിയന്ത്രിച്ചിരുന്നു എന്ന അർത്ഥവുമുണ്ട്. ജയ് ഷാ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ അല്ലെന്ന് സമ്മതിക്കാം, പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ അറിയാം. ക്രിക്കറ്റിനോട് അമിതമായ അഭിനിവേശവുമുണ്ട്. അമിത്ഷായുടെ മകൻ ജയ് ഷാ നല്ലൊരു മാനേജ്മെന്റ് വിദഗ്ധനുമാണ്. 2019 അദ്ദേഹം BCCI സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇന്ത്യയുടെ ക്രിക്കറ്റ് വരുമാനത്തിൽ വൻ കുതിപ്പ് നേടിക്കൊടുത്ത വ്യക്തിയുമാണ് ജയ് ഷാ. പുരുഷന്മാരുടെ പ്രീമിയർ ലീഗ് പോലെ വനിതകൾക്കും പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുകയും വനിതാ ക്രിക്കറ്റർമാർക്ക് പുരുഷന്മാരുടേതിന് തുല്യമായ വരുമാനം ഉറപ്പാക്കുകയും ചെയ്ത ജയ് ഷായുടെ വലിയ വിജയമാണ്. 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റിനെ ഒരിനമായി ഉൾപ്പെടുത്തിയത് ജയ് ഷായുടെ സമ്മർദ്ദ ഫലമാണ്. IPL-നെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും മൂല്യമേറിയ സ്പോർട്സ് ലീഗാക്കി മാറ്റാൻ കഴിഞ്ഞതും ജയ് ഷായുടെ കാലത്താണ്. ഇന്ത്യ 2024 ICC T20 കിരീടം നേടി. ഇത്രയും തിളക്കമാർന്ന നേതൃത്വം BCCIക്ക് സമ്മാനിച്ചതിന്റെ പേരിലാണ് ജയ് ഷായെ ക്രിക്കറ്റിന്റെ അന്താരാഷ്ട്ര സമിതിയായ ICC അവരുടെ തലപ്പത്തേക്ക് കൊണ്ടുപോയത്. 2004 മുതൽ ICC ചെയർമാനാണ് ജയ് ഷാ. പാകിസ്ഥാനും ബംഗ്ലാദേശും 2020 T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം ബഹിഷ്കരിച്ചുകൊണ്ട് ICC ചെയർമാനെ ജയ് ഷായെ ആക്രമിക്കുകയാണ്. ഇന്ത്യയിലെ മത്സരങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ബംഗ്ലാദേശ്. വേണ്ടത്ര സുരക്ഷ ലഭിച്ചേക്കില്ലെന്ന കാരണം പറഞ്ഞാണ് ബംഗ്ലാദേശ് മത്സരം ബഹിഷ്കരിക്കുന്നത്. ടൂർണമെന്റ് ബഹിഷ്കരിക്കില്ലെങ്കിലും ഇന്ത്യക്കെതിരെ ഫെബ്രുവരി 15 നടക്കേണ്ട മത്സരം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയും ജയ് ഷായെ ലക്ഷ്യം വെച്ചുള്ള ബംഗ്ലാദേശ് പാകിസ്ഥാൻ നീക്കത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്.